ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മോട്ടോസില്ല. നമ്മുടെ ലെജൻഡറി ബ്രാൻഡായ റോയൽ എൻഫീൽഡിൻ്റെ അഡ്വഞ്ചർ സീരീസിനകത്ത് വരാനിരിക്കുന്നൊരു മോഡലാണ് ഹിമാലയൻ 650. ആ ഒരു വണ്ടിയുടെ ടെസ്റ്റിങ്ങിൻ്റെ ടൈമിലുള്ള അത്യാവശ്യം നല്ല രീതിയിൽ ഡീറ്റെയിൽസ് റിവീൽ ചെയ്യുന്ന സ്പൈഡ് പിക്സ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എഞ്ചിനിലേക്ക് നോക്കുവാണെങ്കിൽ ഇതിലൊരു 650cc പാരലൽ ട്വിൻ സിലിണ്ടർ എഞ്ചിൻ പോലെ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ പോലും അതൊരു 750cc ആകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വണ്ടിയിൽ വന്നിരിക്കുന്നത് 2x1 ടൈപ്പ് എക്സോസ്റ്റ് പൈപ്പാണ്. അതുകൊണ്ട് വണ്ടിയുടെ പവറും ടോർക്കും അത്യാവശ്യം നല്ല രീതിയിൽ കൂടാൻ തന്നെ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു വണ്ടി അഡ്വഞ്ചർ ടൂറിംഗ് ഫോർമാറ്റിൽ വരുന്നതുകൊണ്ട് തന്നെ ഹൈവേ സ്പീഡിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റൈഡബിലിറ്റി ഓഫർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഷാസി കണ്ടിട്ട് ഒരു പുതിയ ഫ്രെയിമാണ് ഹിമാലയൻ 750ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അടുത്തതായി നമ്മുടെ റോയൽ എൻഫീൽഡിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന എല്ലാ വണ്ടികളും ഉള്ള പോലെ തന്നെ ഫ്രണ്ടിൽ USD ഫോർക്കാണ് വന്നിരിക്കുന്നത്, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളത്. പുറകിൽ മോണോഷോക്കും. ടയേഴ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഫ്രണ്ടിൽ 19 ഇഞ്ചിൻ്റെ സ്പോക്ക് വീലും പുറകിൽ 17 ഇഞ്ചിൻ്റെ സ്പോക്ക് വീൽസാണ് വന്നിരിക്കുന്നത്. ടയേഴ്സ് മിക്കവാറും ട്യൂബ്ഡ് ആവാനാണ് ചാൻസ്. അതുപോലെ തന്നെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിക്ക് വരുന്നത് ഫ്രണ്ട് ടയറിൽ ഡബിൾ ഡിസ്ക്കാണ്, പുറകിൽ സിംഗിൾ ഡിസ്ക്കും. പക്ഷേ ഡബിൾ ഡിസ്ക് നമ്മുടെ റോയൽ എൻഫീൽഡ് ഫസ്റ്റ് ടൈമാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി ലുക്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ പഴയ ഹിമാലയനൊക്കെ പോലെ തന്നെ റൗണ്ട് ഹെഡ്ലൈറ്റിനകത്ത് ഒരു ഫ്ലാറ്റ് ഫെയറിംഗ് ആണ് വന്നിരിക്കുന്നത്. ഒരുപാട് കേഴ്സും കട്ടിങ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഫെയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടെയിൽ ലാമ്പിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് ലോഞ്ച് ചെയ്ത ഹിമാലയൻ 450 ഒക്കെ പോലെ തന്നെ അത്യാവശ്യം നല്ല ഷാർപ്പായിട്ട് എൻഡ് ചെയ്യുന്ന ഒരു ടെയിൽ ലാമ്പാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ LED ആണ്. അതുകൊണ്ട് തന്നെ ഫുൾ ലൈറ്റ്സും LED ആവാനാണ് ചാൻസ്. അവസാനമായി ഈ ഒരു വണ്ടിയുടെ ടെസ്റ്റിംഗ് നടക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളുകളായി. അതുകൊണ്ട് തന്നെ മിക്കവാറും 2025 ലാസ്റ്റ് അല്ലെങ്കിൽ 2026 ഫസ്റ്റ് തന്നെ ഈ വണ്ടി ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വേറൊരു വണ്ടിയുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.